സൂറത്തു നിസായിലെ 47 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പറഞ്ഞത്. 48-ാമത്തെ വാക്യം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഅ മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ. ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അള്ളാഹുവിനോട് പങ്കു ചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. ശിർക്കാണ് ഏറ്റവും വലിയ പാപമെന്നും ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ള ആശയം ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ചതായിട്ട് കാണാം. ഹദീസുകളിലും അത് നിരവധി തവണ പല വിധത്തിൽ ആവർത്തിച്ചതായി കാണാം. എന്താണ് ഈ ശിർക്ക്? ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നാണ് അർത്ഥം പറയുന്നത്. പക്ഷേ അള്ളാഹു എന്ന അറബി പേരുള്ള ഈ പടച്ചോനൊഴിച്ച് വേറെ ഏത് പടച്ചോനെ ആരാധിക്കുന്നതും ശിർക്കാണ്. ഈ പടച്ചോൻ്റെ കൂടെ മറ്റു വല്ലതിനെയും ആരാധിക്കുകയോ മറ്റു വല്ലവരോടും സഹായം തേടുകയോ ഒക്കെ ചെയ്യുന്നതും ശിർക്കാണ്. എന്താണ് ശിർക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഓരോ പണ്ഡിതന്മാരും ഓരോ വിഭാഗക്കാരും ശിർക്കിനെ പല വിധത്തിലാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സുന്നി മുജാഹിദുകൾ തമ്മിലും ഇപ്പം മുജാഹിദിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പുകൾ തമ്മിലുമൊക്കെ അടികൂടുന്നത് ഈ ശിർക്കും തൗഹീദും പറഞ്ഞുകൊണ്ടാണ്. കാരണം എന്താണ് ശരിയായ തൗഹീദ്, എന്താണ് ശരിയായ ശിർക്ക് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കാർക്കും തീരുമാനം ആയിട്ടില്ല. ലോകാവസാനം വരെ അതൊട്ട് തീരുമാനമാവാനും പോകുന്നില്ല. അത് ഇസ്ലാമിലെ ഏത് വിഷയത്തിലും ഉള്ള ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു. ഒന്നിനും ഒരു വ്യക്തമായ നിർവചനമോ വ്യാഖ്യാനമോ വിശദീകരണമോ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കൊടുത്ത നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ളതുമാണ്. നബി ജീവിച്ചിരുന്ന കാലത്ത് നബി തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് എല്ലാ വിഷയങ്ങളിലും ലോകാവസാനം വരെ മുസ്ലിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായ ശിർക്ക് തൗഹീദ് വാദത്തിലും തർക്കം തുടരുന്നു. ഇനി എന്താണ് ഈ വാക്യത്തിൻ്റെ ഒരു സന്ദർഭം? അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ സന്ദർഭമായിട്ട് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഇങ്ങനെയാണ്: This verse was revealed about Wahishi, the murderer of Hamza, the uncle of the Prophet. മുഹമ്മദിൻ്റെ എളാപ്പയായിരുന്ന ഹംസയെ ഉഹുദ് യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ വഹിഷി, ആ വഹിഷിയെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നും ആ വഹിഷിക്ക് അയാൾ ചെയ്ത ആ മഹാപാപം പോലും അള്ളാഹു പുറത്തു കൊടുക്കും എന്നും ആണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം വഹിഷിയൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് തന്നെ വരേണ്ടി വന്നു. ഹംസയെ കൊന്ന വഹിഷിയും ഇസ്ലാം സ്വീകരിച്ചു. അതോടുകൂടി താൻ ചെയ്ത തെറ്റിന് മാപ്പുണ്ടാകുമോ, താൻ നരകത്തിൽ പോകുമോ എന്ന ബേജാറ് അദ്ദേഹം നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ കുഴപ്പമില്ല, അള്ളാഹു ശിർക്കല്ലാത്ത പാപങ്ങളൊക്കെ പുറത്തോളും, ഇസ്ലാമിൽ വന്നതോടുകൂടി അതിനു മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ കല്ലത്തായി പോയിട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞതാണിത് എന്നൊക്കെയാണ് വ്യാഖ്യാനം. ഇനി ഈ ശിർക്ക് മഹാപാപമാണ് എന്ന് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ പണ്ഡിതന്മാർ ഓരോരുത്തരും എത്രത്തോളം കാട് കയറിയിട്ടാണ് അത് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ സമാനമായ മറ്റൊരായത്ത് ഉദ്ധരിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അത് ഇതിങ്ങനെയാണ്: 31:13 ഉദ്ധരിക്കുന്നുണ്ട്: ജോയിനിങ് അതേഴ്സ് ഇൻ വർഷിപ്പ് വിത്ത് അള്ളാഹ്, അതായത് ഷിർക്ക്, ഈസ് എ ഗ്രേറ്റ് ളുൽമ് ഇൻഡീഡ്. അതൊരു വലിയ ളുൽമാണ്, അക്രമമാണ് എന്നാണ് പറയുന്നത്. അത് അക്രമമാണ് എന്ന് മക്കയിൽ മുഹമ്മദ് പറയാനുള്ള കാരണം മക്കക്കാരെ മുഹമ്മദിനെ ആക്രമിക്കേണ്ടതുള്ളത് കൊണ്ട് അതിനൊരു ന്യായീകരണമായിട്ടാണ് ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം എന്ന വാദം മുഹമ്മദ് ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ചരിത്രത്തിലുടനീളം മുഹമ്മദ് ആവർത്തിച്ചിട്ടുള്ളത്. അള്ളാഹു അല്ലാത്ത പടച്ചവന്മാരെ ആരാധിക്കുക എന്നതാണ് ലോകത്തൊരു മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ അക്രമം. അങ്ങനെ അക്രമം ചെയ്യുന്നവരെ വെറുതെ വിടാൻ പറ്റില്ല. അവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് സമ്പൂർണ്ണമായി കീഴടങ്ങി നികുതി വാങ്ങി അവരെ മൂലക്കിരുത്തുകയോ ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്.
അള്ളാഹു എന്ന ഈ അറബി പടച്ചോനല്ലാത്ത ഏതെങ്കിലും പടച്ചോന്മാരെ വിളിച്ചാരാധിക്കുന്ന എല്ലാവരും അക്രമികളാണ് എന്നും ആ അക്രമത്തെ വേണ്ടി വന്നാൽ അക്രമം കൊണ്ട് തന്നെ നേരിട്ട് കീഴ്പ്പെടുത്തി ലോകം മുഴുവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാക്കി മാറ്റണമെന്നുമാണ് ഇസ്ലാം സിദ്ധാന്തിക്കുന്നത്. ഇനി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി അമാനി മൗലവി എഴുതി വെച്ച കാര്യങ്ങൾ പറയാം. ശിർക്കല്ലാത്ത പാപങ്ങൾ അവ എത്ര വമ്പിച്ചതായാലും അള്ളാഹു പൊറുത്തേക്കാം എന്ന് അള്ളാഹു അറിയിക്കുന്നു. പാപം പൊറുക്കൽ അവൻ്റെ ഒരു ഔദാര്യം മാത്രമാകുന്നു, അതവൻ്റെ ഒരു കടമയൊന്നുമല്ല. അതുകൊണ്ടാണ് പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങുവാനും പ്രസ്തുത ഔദാര്യത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കെല്ലാമാണ് പുറത്തു കൊടുക്കേണ്ടത്, ആരാണ് അതിന് അർഹതയുള്ളവർ എന്നൊക്കെ അള്ളാഹുവിനറിയാമല്ലോ. അതുകൊണ്ടാണ് ശിർക്കല്ലാത്ത പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മൊത്തത്തിൽ പറഞ്ഞു മതിയാക്കാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ലിമൻ യഷാ എന്നുകൂടി പറഞ്ഞിരിക്കുന്നത്. ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വിരമിച്ച് തൗഹീദിലേക്ക് മടങ്ങുന്നത് കൊണ്ടല്ലാതെ ഖേദിച്ച് മടങ്ങുന്നത് കൊണ്ടോ പാപമോചനം തേടിയതുകൊണ്ടോ അതിൽ നിന്ന് രക്ഷയില്ല. ശിർക്കിലായി മരണപ്പെട്ടാൽ കാലാകാലം നരകശിക്ഷയായിരിക്കും അനുഭവപ്പെടുക. തൗഹീദിൽ മരണപ്പെടുകയും പാപികളായിരിക്കുകയും ചെയ്യുന്നവർ അവർ അള്ളാഹുവിങ്കിൽ നിന്ന് പാപമോചനത്തിന് അർഹരാകാത്ത പക്ഷം അവരുടെ പാപങ്ങൾക്കനുസരിച്ച് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നതും അതിനുശേഷം അവർക്ക് സ്വർഗപ്രവേശം നൽകപ്പെടുന്നതുമാകുന്നു. ഖുർആനിൽ നിന്നും നബി വചനങ്ങളിൽ നിന്നും സ്പഷ്ടമായി അറിയപ്പെട്ടതാണ് ഇതെല്ലാം. അബൂദറിൽ ഗിഫാരിയിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രസിദ്ധ ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്: ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞ ഒരു അടിയാനും പിന്നീട് അതേ പ്രകാരത്തിൽ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് എന്നോട് നബി പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലുമോ? തിരുമേനി പറഞ്ഞു, അതെ, അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും. ഞാൻ വീണ്ടും അതേ ചോദ്യം ചോദിച്ചു. തിരുമേനി അതേ ഉത്തരം ആവർത്തിച്ചു. 4ാമത്തെ പ്രാവശ്യവും തിരുമേനി അബൂദറിന് അനിഷ്ടമായാലും ശരി, അതങ്ങനെ തന്നെ എന്നുകൂടി പറഞ്ഞു. ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയതാണ് ഈ ഹദീസ്. ഈ ആശയം കുറിക്കുന്ന വേറെയും പല ഹദീസുകൾ കാണാവുന്നതാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോഴൊക്കെ റസൂൽ പറഞ്ഞ ആ വാക്ക് അബൂദറിന് അനിഷ്ടമായാലും ശരി എന്ന വാക്കുകൂടി അദ്ദേഹം പറയാറുണ്ടായിരുന്നുവെന്നും റിവായത്ത് രേഖപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് കാര്യം. ഒരാൾ വ്യഭിചരിക്കുകയോ അല്ലെങ്കിൽ അയാൾ മോഷ്ടിക്കുകയോ, ഈ വ്യഭിചരിക്കുക മോഷ്ടിക്കുക എന്നൊക്കെയാണ് അന്നത്തെ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ ഏറ്റവും വലിയ പാപം. ആ പാപങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും എന്ന് നബി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ അബൂദർ പിന്നെയും ചോദിച്ചു, അവർ വ്യഭിചരിച്ചാലും അവർ കൊലപാതകം ചെയ്താലും അവർ എന്ത് തെറ്റ് ചെയ്താലും അങ്ങനെയാണോ എന്ന് 4 പ്രാവശ്യം ആവർത്തിച്ച് അബൂദർ ചോദിച്ചു എന്നും 3 പ്രാവശ്യവും അതേ എന്ന് ഉത്തരം പറഞ്ഞ് 4ാമത്തെ പ്രാവശ്യം ഇനി അബൂദറിനൊന്നും ഇഷ്ടമല്ലെങ്കിലും ശരി എന്നും കൂടെ ചേർത്ത് പറഞ്ഞു എന്നുമാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ അബൂദർ പിന്നെ ചോദിക്കുന്ന അബൂദറിന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. കാരണം ഇത്രയും വലിയ പാപങ്ങളൊക്കെ ചെയ്ത മനുഷ്യന്മാർ മരിക്കാതെ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വർഗം കൊടുക്കാറുണ്ട്, അതിലൊരു നീതിയില്ലല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അബൂദർ ഇത് ചോദിക്കുന്നത്. പക്ഷേ മുഹമ്മദ് പറയുന്നത് എന്ത് പാപം ചെയ്താലും ഒരു കുഴപ്പമില്ല, അവസാനം മരിക്കുന്നതിൻ്റെ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങോട്ട് ചൊല്ലിയാൽ ഓൻ സ്വർഗത്തിലെത്തും എന്നാണ്. ഇനി ഇമാം റാസി ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമായി പറഞ്ഞ കാര്യങ്ങൾ: മുൻ വാക്യത്തിൽ പറഞ്ഞ ഭയാനക ശിക്ഷയുടെ ഭീഷണികൾ ശിർക്കിൻ്റെ പരിണതഫലമാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. മറ്റ് ഇതര പാപങ്ങൾ അതുപോലെയല്ല. പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക് അള്ളാഹു മാപ്പ് നൽകും എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. യഹൂദരുടെ ദുർനടപടികൾക്കു ശേഷം ഈ വാക്യം പറഞ്ഞതിൽ നിന്ന് യഹൂദിയും മുശ്രിക്കാകുന്നു എന്ന് വ്യക്തമാകുന്നു. ശിർക്കല്ലാത്ത ഏതു പാപവും അള്ളാഹു പുറത്തു തരുമെന്നും ഈ വാക്യം വ്യക്തമാക്കുന്നുണ്ട്. വാഹിദി തൻ്റെ വസീത്വയിൽ പറയുന്നു: ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, പ്രവാചക കാലഘട്ടത്തിൽ വൻ പാപം പ്രവർത്തിച്ച ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നരകാവകാശിയാണ് എന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഈ വാക്യം അവതീർണമായപ്പോൾ അപ്രകാരം വിലയിരുത്തുന്ന പതിവ് ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇബ്നു അബ്ബാസ് പറയുന്നു, ശിർക്കിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ഫലം ചെയ്യാത്തതുപോലെ ദുഷ്കർമ്മങ്ങൾ ഈമാനിനെ തകരാറിലാക്കുകയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉമർ ഇത് കേട്ട് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ഈമാനെ നിങ്ങൾ മുറുകെ പിടിക്കുക, മുശ്രിക്കിനെ അവൻ്റെ നന്മകൾ ശിർക്കിൽ നിന്ന് പുറത്താക്കാത്ത പോലെ മുഅ്മിനെ അവൻ്റെ തിന്മകൾ വിശ്വാസത്തിൽ നിന്നും പുറത്താക്കുകയില്ല. മുൻ വാക്യത്തിൽ പറഞ്ഞ ഭയാനക ശിക്ഷ കൊണ്ടുള്ള ഭീഷണികൾ കുഫ്റിൻ്റെ പരിണത ഫലമാണെന്ന് സൂചിപ്പിക്കുന്നു. മറ്റു ഇതര പാപങ്ങൾ അതുപോലെയല്ല. പശ്ചാത്തപിച്ച് മടങ്ങിയവർക്ക് അള്ളാഹു മാപ്പ് നൽകും എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ.
ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗ ശകലം നിങ്ങൾ ഓർക്കുക. ഒരാൾ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജീവിതകാലം മുഴുവൻ നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അയാൾ മരിക്കുവോളം ഗുരുവായൂരപ്പാ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. എങ്കിൽ അയാൾ ചെയ്ത നന്മകൾക്കൊന്നും യാതൊരു ഫലവും ലഭിക്കുകയില്ല. അയാൾ നരകത്തിലായിരിക്കും, നിത്യനരകത്തിലായിരിക്കും. ഇത് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചപ്പോൾ നമുക്കൊക്കെ ഭയങ്കര വെറുപ്പും അത്ഭുതമൊക്കെ തോന്നി. പക്ഷേ ആ പാവം നിരപരാധിയാണ്. അയാൾ പഠിച്ച ദീനാണ് അയാൾ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ എല്ലാം വിശദീകരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ ചെയ്താലും അയാളുടെ നന്മ അയാളുടെ ശിർക്കിൽ നിന്ന് അയാളെ മോചിപ്പിക്കുകയില്ല എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത്. അതേപോലെ തന്നെ ഒരാൾ ജീവിതത്തിൽ എന്തൊക്കെ തിന്മകൾ ചെയ്താലും, ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ മരിക്കുവോളം സകലമാന തെമ്മാടിത്തങ്ങളും ചെയ്ത ഒരു ഗോവിന്ദച്ചാമിയാണെങ്കിലും ശരി, അയാൾ മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് ചൊല്ലിയാൽ, ശിർക്കിൽ നിന്ന് അയാൾ തൗഹീദിലേക്ക് മാറിയാൽ, അയാൾ ചെയ്ത പാപങ്ങൾ കൊണ്ട് അയാൾ നിത്യനരകത്തിൽ പോവില്ല, അയാൾ സ്വർഗത്തിൽ പോകും. അയാൾക്ക് ചിലപ്പോൾ കുറച്ച് ശിക്ഷയൊക്കെ കിട്ടും, അത് പറയുന്നുണ്ട് കേട്ടോ, അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. ചെയ്ത പാപത്തിനനുസരിച്ച് കുറച്ച് ശിക്ഷകളൊക്കെ കിട്ടും. ചിലപ്പോൾ കുറച്ച് കാലം നരകത്തിലൊക്കെ കിടക്കേണ്ടി വരും. പക്ഷേ നിത്യനരകത്തിൽ കിടക്കേണ്ടി വരില്ല. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത് കൊണ്ട്, അയാൾ ശിർക്ക് മാറ്റി തൗഹീദിലേക്ക് വന്നതുകൊണ്ട് അയാൾക്ക് നിത്യസ്വർഗമാണ് ലഭിക്കുക. കുറച്ചു കാലം ശിക്ഷയൊക്കെ കിട്ടും, പക്ഷേ നിത്യസ്വർഗത്തിൽ അയാൾ എത്തും. ഇപ്പോൾ ഗോവിന്ദച്ചാമി ഇനിയിപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ജയിലിൽ കിടക്കുമ്പോൾ ഏതെങ്കിലും ദൈവക്കാരൻ കൂടെ കിടന്ന് ദൈവത്ത് നടത്തി തൗഹീദിലേക്ക് വന്നു വിചാരിക്കാം, ഇസ്ലാം സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയെന്ന് വിചാരിക്കാം. ഗോവിന്ദച്ചാമി ഇതുവരെ ചെയ്ത ഒരു തെറ്റും ഒരു പ്രശ്നമല്ല. ചിലപ്പോൾ കുറച്ചു കാലം നരകത്തിലൊക്കെ ഇടുമായിരിക്കും, പക്ഷേ ഗോവിന്ദച്ചാമി നിത്യസ്വർഗത്തിലെത്തും. അതേസമയത്ത് ഗോവിന്ദച്ചാമിയാൽ കൊല്ലപ്പെട്ട സൗമ്യ പ്രായപൂർത്തിയായ ഒരു പെണ്ണായിരുന്നു എന്നതുകൊണ്ട് തന്നെ, അവർ ശിർക്ക് ചെയ്താണ് ജീവിച്ചത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും സ്വർഗത്തിൻ്റെ മണം ആസ്വദിക്കാൻ കഴിയില്ല, നിത്യനരകത്തിൽ കിടക്കുകയും ചെയ്യും. സൗമ്യ നിത്യനരകത്തിലും ഗോവിന്ദച്ചാമി നിത്യസ്വർഗത്തിലും കിടക്കുന്ന നീതിശാസ്ത്രമാണ് നമ്മുടെ അള്ളാൻ്റെ നീതിശാസ്ത്രം. കാരണം ശിർക്കും തൗഹീദുമാണ് പ്രശ്നം. ഇതാണ് ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം, സിദ്ധാന്തം ഇതാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണം ഇതാണ്, അടിത്തറ ഇതാണ്. ഈ അടിത്തറ തന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു നീതിബോധം വെച്ചുകൊണ്ട്, നമ്മുടെ സാമാന്യമായ ഒരു യുക്തിബോധം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇതിൽ പരം വൃത്തികെട്ട, ഇതിൽ പരം അധാർമികമായ ഒരു ആശയം മനുഷ്യൻ്റെ മുമ്പിൽ വെക്കാനുണ്ടോ? ഇതിൻ്റെ ലുൽമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഒരു ബഹുമത സമൂഹത്തിൽ, നമ്മളൊരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ ധാർമ്മികത നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒരാശയത്തെ ഈ മലയാളി സമൂഹം നെഞ്ചേറ്റി നടക്കുമ്പോൾ, ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ, ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഒരു ധാർമ്മികത കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെ പാരവെച്ചുകൊണ്ട് അത് പറ്റൂല, മനുഷ്യൻ നന്നായിട്ട് കാര്യമില്ല, മനുഷ്യൻ നന്നാവുകയല്ല വേണ്ടത്, മനുഷ്യൻ എന്ത് തമ്മാടിത്തം ചെയ്താലും കുഴപ്പമില്ല, അതൊക്കെ പൊറുക്കാൻ വേണ്ടി അള്ളാഹു അവിടെ പൊറുക്കലിൻ്റെ കൊട്ടയും തുറന്നു വെച്ചിരിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവരെ മുഴുവൻ നരകത്തിലിട്ട് കത്തിക്കുക എന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് ശിർക്ക് ചെയ്തവൻ, അതായത് അള്ളാഹു എന്ന അറബി പഠിച്ചവനെ അല്ലാതെ വേറെ ഏതെങ്കിലും പഠിച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ, ഇനി അള്ളാഹുവും പഠിച്ചവനാണ് പക്ഷേ ഗുരുവായൂരപ്പനും പഠിച്ചവനാണ്, സർവ്വമതവും സത്യമാണ് എന്ന് പറയുകയോ ചെയ്താലും അതൊക്കെ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്തവൻ എന്ത് നന്മ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ടും കാര്യമില്ല, അവൻ നിത്യനരകത്തിലാണ് എന്ന ധാർമ്മികതയാണ് ഇപ്പുറത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ആ ധാർമ്മികതയാണ് മൈക്ക് കെട്ടി താടി നീട്ടിയ മൂല്യന്മാർ നമ്മുടെ നാട്ടിൽ കോളാമ്പി വെച്ച് പ്രസംഗിക്കുന്നത്. എങ്ങനെയാണ് ഒരു മതേതര ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൽ ധാർമ്മികത ഉണ്ടാവുക? ഇത് പഠിക്കുന്ന കുട്ടികളിൽ എങ്ങനെയാണ് ധാർമ്മികത ഉണ്ടാവുക? ഇത് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് മറ്റു മനുഷ്യരെ, ഈ മതം വിശ്വസിക്കാത്ത മറ്റു മനുഷ്യരെ മനുഷ്യരായി കാണുക? അവരൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള വിറകായിട്ടാണ് കാണുന്നത്. അതാണ് കുറച്ചൊരു എമ്പതിയും കുറച്ച് മനുഷ്യത്വമുള്ള ആളുകൾ അവരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ പിന്നാലെ കൂടിയിട്ട് അവർക്ക് ഈ തൗഹീദിൻ്റെ ദഅ്വ നടത്തുന്നത്.
അങ്ങനെയാണ് കോളേജ് ഹോസ്റ്റലിലും കോളേജിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ തൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ട് ഒരു അമുസ്ലിമിനെ കിട്ടുമ്പോഴേക്ക് അവനെ അല്ലെങ്കിൽ അവളെ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള കുതന്ത്രങ്ങൾ മെനയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിലെത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് മാറിയാൽ മാത്രമേ ഇയാൾ നാളെ സ്വർഗത്തിൽ പോകുള്ളൂ, അല്ലെങ്കിൽ ഇയാൾ നിത്യനരകത്തിൽ കിടക്കണം. നിത്യനരകത്തിൽ നിന്ന് തൻ്റെ സഹപാഠിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിശ്വാസത്തിൻ്റെ ഇരകളാണവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഒരു ലോകത്ത്, ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഇന്നത്തെ ഒരു ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും അഭയാർത്ഥികളായി കയറി ചെല്ലുന്ന മുസ്ലിങ്ങൾക്കടക്കം അഭയം നൽകുകയും തൊഴിൽ നൽകുകയും അവർക്ക് പൗരത്വം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നത് ഒരു ലിബറൽ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോകം അംഗീകരിച്ച ഒരു മനുഷ്യാവകാശ തത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ മനുഷ്യർക്കും അവരവരുടെ വിശ്വാസങ്ങളനുസരിച്ച് അവരവരുടെ സംസ്കാരമനുസരിച്ച് അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള അർഹതയുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിനാണ് ലിബറലിസം എന്ന് പറയുന്നത്. ആ ലിബറലിസത്തിനെതിരായിട്ടാണ് ഇവിടെ തെറിയും പറഞ്ഞു നടക്കുന്നത്. ആ ലിബറലിസത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും തണലിൽ നിന്നുകൊണ്ടാണ് ആ തണൽ മരത്തിൻ്റെ കടക്ക് ഇവർ കോടാലി വെച്ച് വെട്ടുന്നത്. കാരണം അത്രയും വൃത്തികെട്ട ഒരു ദർശനമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ യുക്തിപരമായിട്ടുള്ള ഒരു അസംബന്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ അള്ളാഹു എന്ന് പറയുന്ന ഒരു അറബി പേരുള്ള ഒരു ചങ്ങാതി മാത്രമാണ് പടച്ചോനെങ്കിൽ വേറെ പടച്ചോന്മാരൊക്കെ വ്യാജമാണെങ്കിൽ എന്തിനാണ് ഈ പടച്ചോൻ മറ്റു പടച്ചോന്മാരെ പോലെ തന്നെ ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് പോയിട്ട് ഒളിച്ചു കുത്തിരിക്കുന്നത്? മറ്റു പടച്ചോന്മാരൊക്കെ വ്യാജമാണ് എങ്കിൽ ഇയാൾ ഒറിജിനലുമാണെങ്കിൽ ഈ ഒറിജിനൽ പടച്ചോൻ എന്തുകൊണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ വന്നുകൂടാ? മുമ്പിൽ വരിക എന്നത് അക്ഷരാർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ യുക്തിചിന്തക്കും ബുദ്ധിക്കും മനുഷ്യൻ്റെ ജ്ഞാന സമ്പാദന മാർഗങ്ങൾക്കും എല്ലാം അപ്പുറത്തേക്ക് ഒളിച്ചിരിക്കേണ്ട കാര്യം എന്താണ് ഈ ദൈവത്തിന്? ഞാനാണ് ദൈവം എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ ദൈവത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യരെക്കാൾ ഈ ദൈവത്തിനല്ലേ ഉള്ളത്? താനാണ് ദൈവം എന്ന് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ സർവശക്തനായ ഈ ദൈവത്തിന് ഈ മാതിരി കള്ളക്കളി കളിക്കേണ്ട ആവശ്യമെന്ത്? അയാൾ സർവശക്തനല്ലേ? അയാൾക്കിത് ബോധ്യപ്പെടുത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അത് ബോധ്യപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം അവലംബിക്കുന്നതിന് പകരം 900 വ്യാജ ദൈവങ്ങൾ അവലംബിച്ചിരുന്ന അതേ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് തോട്ടി കെട്ടി മനുഷ്യന്മാരെ ഏജൻറ്റുമാരായി വെളിച്ചപ്പാടുകളായിട്ടും പറഞ്ഞയച്ചിട്ട് ഞാനാണ് ഒറിജിനൽ പടച്ചോൻ എന്ന് മെസ്സേജ് കൊടുത്തയക്കേണ്ട എന്താവശ്യമാണ് ഒറിജിനൽ ദൈവത്തിനുള്ളത്? അത് വ്യാജന്മാരുടെ മാർഗമല്ലേ? വ്യാജ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. വ്യാജ ദൈവങ്ങൾ വ്യാജ വെളിച്ചപ്പാടുകളിലൂടെ ഇതുപോലെ ദൈവത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതേ വ്യാജ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തോട്ടി കെട്ടിയിട്ട് ഇങ്ങോട്ട് സന്ദേശം കൊടുത്തയക്കേണ്ട എന്ത് കാര്യമാണ് ദൈവത്തിനുള്ളത്? എന്നിട്ട് ആ സന്ദേശത്തിലൂടെ ഈ ദൈവം പറയുന്നത് എന്താണ്? അങ്ങോട്ട് തോട്ടിമ കെട്ടാൻ പാടില്ല, അത് ശിർക്കാണ്. അങ്ങോട്ട് തോട്ടിമ കെട്ടാതെ പ്രാർത്ഥിക്കണം എന്നും അത് ശിർക്കാണ് എന്നും പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ശിർക്ക് പ്രയോഗിച്ച ദൈവത്തിൻ്റെ യുക്തി എന്ത് യുക്തിയാണ്? എന്നാൽ പിന്നെ മനുഷ്യരോട് നേരിട്ട് ഈ ദൈവത്തിന് ആശയസംവേദനം നടത്തിക്കൂടെ? ആശയവിനിമയം നടത്താൻ എന്തിനാണ് ദൈവത്തിന് ഇങ്ങോട്ട് ഇടനിലക്കാരും തോട്ടിയും? അപ്പോൾ അത് ശിർക്കല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് ഈ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഇതുപോലെയുള്ള ഏജൻറ്റുമാരെയും തോട്ടികളെയും ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? മനുഷ്യൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ, മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് മുമ്പിൽ ഒരു മൂർത്തമായ രൂപവുമില്ലാത്ത ഒരു അമൂർത്തമായ ആശയം മാത്രമാണ് ദൈവം എങ്കിൽ ആ ദൈവത്തെ മനുഷ്യർ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏത് പേരിട്ട് വിളിച്ചായാലും എങ്ങോട്ട് തിരിഞ്ഞിട്ടായാലും എന്ത് വിഗ്രഹം ഉപയോഗിച്ചിട്ടായാലും ഈ ദൈവത്തിന് എന്താ ഛേദം? അതെല്ലാം ദൈവത്തിന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവരെല്ലാം ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്നും ഇവരെല്ലാം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നും അവർക്ക് പേര് മാറിപ്പോയത് കുഴപ്പമില്ല എന്നും അവർ മലയാളികളായതുകൊണ്ടാണ്, അവർ തമിഴന്മാരായതുകൊണ്ടാണ്, അവരുടെ ഭാഷ മറ്റൊന്നായതുകൊണ്ടാണ്, അവർ ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, അവർ ദൈവം എന്നാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ മൂളയില്ലാത്ത ആളാണോ ഈ ദൈവം? എന്നിട്ട് ദൈവം ഒരു ലോകത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ഒരു പ്രാദേശിക ഭാഷ കടമെടുത്തിട്ട് ആ പ്രാദേശിക സംസാരിക്കുന്ന ഒരു മനുഷ്യനെ വാടകയ്ക്ക് എടുത്തിട്ട് അയാളുടെ തൊള്ള കൊണ്ട് ഈ പ്രാദേശിക ഭാഷയിൽ മെസ്സേജ് കൊടുത്തയച്ചിട്ട് ലോകത്ത് മറ്റ് അനേകായിരം ഭാഷകളിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ആ ഭാഷ പഠിച്ചിട്ട് ആ കിതാബ് വായിച്ചിട്ട് ഈ ദൈവത്തെ അറിയണമെന്നും അങ്ങനെ അറിഞ്ഞില്ല എങ്കിൽ അവരെയൊക്കെ പിടിച്ച് ഞാൻ നരകത്തിലിടുമെന്നും, നരകം ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു നരകം ഉണ്ടാക്കി വെച്ചിട്ട് ആ നരകത്തിന് വാഗ്ദാനം കൊടുത്ത് പോന്നിരിക്കുകയാണ് ഞാൻ എന്നുമൊക്കെയാണ് ഈ പടച്ചോൻ പറയുന്നത്.
എന്താ വാഗ്ദാനം ചെയ്തു പോന്നിരിക്കുന്നത്? എൻ്റെ പള്ള ഞാൻ നിറച്ചു തരാം. നരകം ഉണ്ടാക്കി, ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ്, മനുഷ്യനുണ്ടാക്കുന്നതിന് മുമ്പ് നരകം ഉണ്ടാക്കി വെച്ചിട്ട് ആ നരകത്തിന് പള്ള നിറച്ചു വരാം എന്ന് വാഗ്ദാനം ചെയ്തു പോന്ന പെരുമ്പിശാചാണ് ഈ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു എന്ന ദൈവം. ആ ദൈവത്തിനെയാണോ മനുഷ്യനെ ആരാധിക്കേണ്ടത്? ഇത്രയും ദുഷ്ടനായ ഒരു ദൈവത്തിനെയാണോ മനുഷ്യനെ ആരാധിക്കേണ്ടത്? സ്വന്തം സൃഷ്ടികളോട് വാത്സല്യവും സ്നേഹവും മനുഷ്യത്വമുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്നതല്ലേ ഇതിനേക്കാളും മനുഷ്യർക്ക് ചേർന്നത്? എത്രമാത്രം അധപ്പതിച്ച ഒരാശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ശിർക്ക് തൗഹീദ് വാദത്തിലൂടെ. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഈ മണ്ടത്തരം മനസ്സിലായതുകൊണ്ടാണ് അവർ സർവ്വമത സത്യവാദം, സർവ്വ ഈശ്വരന്മാരും ഒരു ഈശ്വരൻ തന്നെയാണ്, തൗഹീദ് അങ്ങനെയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അതല്ലേ ഇന്നത്തെ ശരി, അതല്ലേ ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുന്നത്. മനുഷ്യർ ഏത് ദൈവത്തിനെ വിളിച്ച് ആരാധിച്ചാലും ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ, അത് ഞാൻ അള്ളാഹു വേറെ ആരെങ്കിലും ആവട്ടെ, ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ ആ ദൈവത്തിന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനുഷ്യർ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളും ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരുടെയും ആരാധന അങ്ങ് സ്വന്തം അക്കൗണ്ടിൽ വരവ് വെക്കാൻ ഈ ദൈവത്തിന് എന്താ ബുദ്ധിമുട്ട്? അതല്ലെങ്കിൽ പിന്നെ ഈ ദൈവം ഒളിച്ചിരിക്കാൻ പാടില്ല. ആ ദൈവം ലോകത്തെല്ലാവർക്കും ഞാനാണ് ദൈവം, ഇന്ന ചേലും കോലും ഇന്നതാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ലോകത്തെ എല്ലാവരെയും സുതാര്യമായിട്ട് അറിയിക്കാൻ തയ്യാറാവണം. അത് തയ്യാറാവാതെ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചുകൊണ്ട് ലോകത്താർക്കും ബോധ്യപ്പെടാത്ത വിധത്തിൽ വൈരുദ്ധ്യങ്ങൾ കുത്തി നിറച്ചുകൊണ്ട്, മണ്ടത്തരങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് തോട്ടി കെട്ടി ഒരു കിതാബ് കൊടുത്തയച്ചിട്ട് അത് ഏതോ ഒരു ലോകത്തിൻ്റെ മൂലയിലുള്ള ഒരു പ്രാദേശിക ഭാഷയിൽ കൊടുത്തയച്ചിട്ട് അതനുസരിച്ച് വേണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ദൈവത്തിനെ ആരാധിക്കേണ്ടത് എന്ന് ശാഠ്യം പിടിച്ചാൽ ആ ശാഠ്യത്തിന് പൈശാചികത എന്നല്ലാതെ എന്താ പറയുക? ഇങ്ങനെയൊക്കെ ശാഠ്യം പിടിക്കുന്ന ഒരു പെരും ദുഷ്ടനും പിശാചുമാണ് ദൈവം. ദൈവത്തിനെ കുറച്ചും കൂടി ഒരു നന്മയുള്ള ഒരു ആളായിട്ട് സങ്കല്പിക്കാൻ എന്തുകൊണ്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ച മുഹമ്മദിന് കഴിയാതെ പോയത്? കാരണം മുഹമ്മദിൻ്റെ മനസ്സ് അത്രയും വരണ്ട ദുഷ്ട മനസ്സായിരുന്നു. മുഹമ്മദിൻ്റെ താല്പര്യങ്ങൾ അത്തരത്തിലുള്ള സങ്കുചിതമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളായിരുന്നു. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് മെനഞ്ഞുണ്ടാക്കിയ ഒരു വരണ്ട ദൈവമാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന അള്ളാഹു. അതുകൊണ്ടാണ് ഈ അള്ളാഹു ഈ മാതിരി ശിർക്ക് തൗഹീദ് ശാഠ്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സാമാന്യ യുക്തിയെ പല്ലിളിച്ച് കാണിക്കുന്നത്. അടുത്ത വാക്യം ഇതിൻ്റെ തുടർച്ച തന്നെയാണ്, 49. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബലില്ലാഹു യുസക്കി മൻ യശാഉ വലാ യുദ്ലമൂന ഫതീല. സ്വയം പരിശുദ്ധരെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരെ നീ കണ്ടില്ലേ? അള്ളാഹുവാണ് താൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധരാക്കുന്നത്, അവരോട് തരിമ്പ് പോലും അവൻ അനീതി കാണിക്കുകയില്ല. അടുത്ത വാക്യം കൂടെ വായിക്കാം, ഒരുമിച്ചുള്ളതാണ്, 50. ഉൻളുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ വകഫാ ബിഹി ഇസ്മൻ മുബീന. നോക്കുക എவ்விധമാണ് അക്കൂട്ടർ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നത്, അതുതന്നെ പോരെ വ്യക്തമായ അപരാധമായി. ഇവിടെ എല്ലാം യഹൂദരെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇമാം റാസിയുടെ തഫ്സീറിൽ വായിച്ചത് യഹൂദരും ശിർക്കാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്നാണ്. യഹൂദർ ചെയ്യുന്നത് ശിർക്കാണെന്നും യഹൂദർ മുശ്രിക്കാണെന്നും അള്ളാഹുവിന് ഇപ്പോഴാണ് മനസ്സിലായത്. അള്ളാഹുവിന് അത് നേരത്തെ മനസ്സിലായിട്ടില്ല. നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ യഹൂദരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്ന മണ്ടത്തരം ഇതിനകത്ത് എഴുതി വെക്കുമായിരുന്നില്ല. കാരണം മുശ്രിക്കിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇതേ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. യഹൂദരും ക്രിസ്ത്യാനികളും മുശ്രിക്കല്ലാത്തത് കൊണ്ടാണ് അവരുടെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാം എന്ന് ഈ ഖുർആനിൽ നേരത്തെ പറഞ്ഞത്. അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം, അവർ നല്ലവരാണ്, അവർ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്നൊക്കെ ഈ ഖുർആനിൽ നേരത്തെ പറഞ്ഞത് യഹൂദർ മുശ്രിക്കുകളാണെന്നും ഓല് ശിർക്കിൻ്റെ ആളുകളാണ് എന്നും അള്ളാഹ്ക്ക് അത് പറയുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകാശത്തിൻ്റെ തട്ടുംപുറത്ത് ഒളിച്ചിരിക്കുന്ന അള്ളാഹുവിന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് മണ്ടത്തരങ്ങൾ പറഞ്ഞ് ആ മണ്ടത്തരങ്ങൾക്ക് വിരുദ്ധമായി വേറെ മണ്ടത്തരങ്ങൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ യഹൂദർ മുശ്രിക്കുകളാണ് എന്ന് പറയാനാണ് പോലും ഇപ്പോൾ ഈ ആയത്തുകൾ, ഇപ്പോൾ നമ്മൾ ഈ വായിച്ച 3 ആയത്തുകളും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യഹൂദർ മുശ്രിക്കുകളല്ല എന്നും അത് വേദക്കാരാണെന്നും അവർ മുന്തിയ കൂട്ടരാണ് എന്നും ഈ ഖുർആനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായം തുടങ്ങുമ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ കഴിഞ്ഞ വാക്യങ്ങളിൽ പറഞ്ഞത് അവർക്ക് വേദത്തിൻ്റെ പൊട്ടും പൊടിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. അവരെയാണ് വേദക്കാരെന്ന് ഈ ഖുർആൻ വിശേഷിപ്പിച്ചത്. അവരെടുത്ത് പോയിട്ടാണ് സംശയം ചോദിക്കാൻ പറഞ്ഞത്. മുഹമ്മദ് പ്രവാചകനാണെന്നും മുഹമ്മദിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ വെളിപാടുകളാണെന്നും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജൂതന്മാരോട് പോയി ചോദിക്കൂ എന്ന മരമണ്ടത്തരവും ഈ ഖുർആനിൽ ഈ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും വൈരുദ്ധ്യങ്ങളുള്ള ഒരു പുസ്തകം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ?
എന്നിട്ട് ഈ പുസ്തകം തന്നെയാണ് ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന യമണ്ടൻ അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ 49-50 വാക്യങ്ങളുടെ വ്യാഖ്യാനമായിട്ട് ഇമാം റാസി പറയുന്നു, യഹൂദികളോട് അള്ളാഹു ബഹുദൈവാരാധന പൊറുക്കില്ല എന്ന് താക്കീത് ചെയ്തപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ ബഹുദൈവാരാധകരല്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ്, അവൻ്റെ മക്കളും പ്രിയപ്പെട്ടവരുമാണ്, ഏതാനും ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല, ജൂതനോ ക്രൈസ്തവനോ അല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും മറ്റുമുള്ള അവരുടെ അവകാശവാദങ്ങൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു, ഞങ്ങളുടെ പ്രപിതാക്കൾ പ്രവാചകന്മാരാണ്, അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇബ്നു അബ്ബാസ് പറയുന്നു, ചില യഹൂദികൾ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി നബിയുടെ അടുക്കൽ വന്ന് ഇപ്രകാരം ചോദിച്ചു, മുഹമ്മദേ, ഈ കുട്ടികൾക്ക് കുറ്റമുണ്ടോ? അവർക്ക് ശിക്ഷയുണ്ടോ? നബി പറഞ്ഞു, ഇല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടികളെ പോലെയാണ്, ഞങ്ങൾ പകൽ ചെയ്തത് രാത്രിയിലും രാത്രി ചെയ്യുന്നത് പകലിലും പൊറുക്കപ്പെടുന്നതാണ്. ഈ സൂക്തത്തിൽ അവരോട് മനുഷ്യർ സ്വയം പരിശുദ്ധനാണെന്ന് വാദിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ലെന്നും അള്ളാഹു പരിശുദ്ധരാക്കുന്നവരെ മാത്രമേ അപ്രകാരം പരിഗണിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നു. ഇവിടെ ഈ സിർക്ക് തൗഹീദ് ശാഠ്യത്തിൻ്റെ മറ്റൊരു വശമാണ് യഹൂദർക്കും ഉണ്ടായിരുന്നത്. യഹൂദർ വിശ്വസിച്ചിരുന്നത് എന്താണ്? അവരുടെ വേദഗ്രന്ഥം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ബൈബിള് പഴയ നിയമം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർക്കൊരു ഗോത്രദൈവമുണ്ട്. അത് അള്ളാഹു എന്നല്ല, അത് യഹോവയാണ്, യാഹുവയാണ്. ആ യഹോവ എന്ന ജൂതന്മാരുടെ ദൈവം യഹൂദർക്ക്, ഇസ്രായേല്യർക്ക് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഞാൻ തേനും പാലും ഒഴുകുന്ന ഒരു പ്രദേശം സ്വന്തമാക്കി തരും, നിങ്ങളുടെ ജീവിതം ഞാൻ ഐശ്വര്യപൂർണ്ണമാക്കി തരും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ സംരക്ഷിക്കും, കാരണം നിങ്ങൾ എൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയാകുന്നു. നിങ്ങൾ മാത്രമാണ് ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ അവകാശികൾ, മറ്റുള്ളവരൊക്കെ അന്യജാതിക്കാരാണ്. അവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവരെ നിങ്ങൾക്ക് പിടിച്ച് അടിമകളാക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജാതിയിൽപ്പെട്ടവരെ അടിമകളാക്കരുത്. ഈ ബൈബിളിൽ പറയുന്നതാണ്, നിങ്ങളുടെ ജാതിയിൽപ്പെട്ട ഇസ്രായേലിയരെ അടിമകളാക്കരുത്, പക്ഷേ അന്യജാതിയിൽപ്പെട്ടവരെ നിങ്ങൾ അടിമകളാക്കിക്കോ, അന്യജാതിയിൽപ്പെട്ടവരെ നിങ്ങൾ കൊലപ്പെടുത്തിക്കോ എന്നൊക്കെ പറയുന്ന, ഇതേ ഗോത്രവാദം പറയുന്ന, സങ്കുചിതത്വം പറയുന്ന ഒരു ദൈവമാണ് യഹൂദരുടെ യഹോവ എന്ന് പറയുന്ന ഗോത്രദൈവം. അപ്പോൾ യഹൂദർ അവരുടെ ഗോത്രദൈവത്തെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വംശത്തിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാരുണ്ടാവൂ എന്നതൊക്കെ അവരുടെ വേദത്തിൽ പറയുന്ന കാര്യമാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വംശത്തിൽ പെടാത്ത ഏതെങ്കിലും ഒരു അറബി വന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അയാളെ സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും ഞങ്ങൾക്കില്ല. മാത്രമല്ല, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവം പൊറുക്കും. ഞങ്ങളുടെ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദ ചൂസൺ പീപ്പിൾ എന്നാണ് ജൂതന്മാർ സ്വയം അവകാശപ്പെടുന്നത്. ഈ വിശ്വാസവുമായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയി പെരുമാറിയത് കൊണ്ടാണ് ജൂതന്മാർ ലോകത്തെല്ലായിടത്തും വെറുക്കപ്പെട്ടവരായത്. കാരണം ബഹുസ്വര സമൂഹങ്ങളിൽ പോയിട്ട് ആ മറ്റു മനുഷ്യരെയൊന്നും യഥാർത്ഥ മനുഷ്യരായി പരിഗണിക്കാതെ ഞങ്ങളെന്തോ വിശിഷ്ട ജീവികളാണ് എന്ന സങ്കുചിതവാദവുമായിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറിയതിൻ്റെ ഫലമായിട്ടും ഇവർ സ്വയം വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്നവരും ബുദ്ധിശക്തിയുള്ളവരുമൊക്കെ ആയിരുന്നതുകൊണ്ട് എല്ലായിടത്തും പോയി അവരുടേതായ അഭിവൃദ്ധി പ്രാപിക്കുകയും മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുകയും ചെയ്തു. ആ അസൂയയും മറ്റുള്ളവരോടുള്ള ഇവരുടെ സമീപനവും ഇവരെന്തോ പ്രത്യേകം ചൂസ് ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ പ്രത്യേക ആൾക്കാരാണ് എന്ന ഇവരുടെ സങ്കുചിത വിശ്വാസവുമാണ് യഹൂദർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വെറുക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും കാരണമായത്. ഇത് മുഹമ്മദിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദരിലും ഉണ്ടായിരുന്നു. കാരണം റോമക്കാരും മറ്റും ഇസ്രായേൽ ജൂതന്മാരെ അവിടുന്ന് ആട്ടി ഓടിച്ചപ്പോൾ അവിടുന്ന് പോയി താമസമാക്കിയ ഒരു വിഭാഗം ജൂതന്മാരാണ് അന്ന് മദീനയിലും പരിസരത്തും ഉണ്ടായിരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ റോമക്കാർ ജെറൂസലേമിൽ നിന്നും ഇസ്രായേൽ ഭാഗത്തു നിന്നും ആട്ടി ഓടിച്ച ജൂതന്മാരിൽ കുറേ പേര് അറേബ്യ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് മദീനയിലും മറ്റും പോയി താമസമാക്കി. അവരാണ് മുഹമ്മദിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ. ആ ജൂതന്മാർക്ക് ഈ വിശ്വാസമുണ്ടായിരുന്നു, തങ്ങളാണ് ഏറ്റവും ശരിയായ മാർഗം സ്വീകരിച്ചിട്ടുള്ള മനുഷ്യരെന്നും മറ്റുള്ള ജാതിക്കാരൊന്നും ശരിയായ മനുഷ്യരല്ലെന്നും അവരൊക്കെ ദൈവം ഒഴിവാക്കിയ കൂട്ടരാണ് എന്നുമുള്ള ഇപ്പോൾ മുഹമ്മദിൻ്റെ സിർക്ക് തൗഹീദ് വാദത്തിൽ മുഹമ്മദ് അവകാശപ്പെടുന്ന അതേ വാദം അതിനേക്കാൾ ശക്തമായി വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്തിരുന്ന മറ്റൊരു സങ്കുചിത ഗ്രൂപ്പായിരുന്നു യഹൂദ സമൂഹം എന്ന് പറയുന്നത്. ആ യഹൂദര മുഹമ്മദിൻ്റെ ഈ കച്ചവടത്തിന് നിന്നും കൊടുത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ മതമൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം ഞങ്ങളുടെ പ്രവാചകന്മാരൊക്കെ ഞങ്ങളുടെ വംശത്തിൽ നിന്നേ വരുള്ളൂ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങളെ ദൈവം പൊറുക്കും, നിങ്ങളീ പറയുന്ന ഉടായ്പിനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന്
മുഹമ്മദിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, കുട്ടികളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടികളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇവർക്ക് ശിക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന തെറ്റുകൾ അന്നന്ന് ഞങ്ങളുടെ ദൈവം പൊറുക്കും. ഞങ്ങൾ കുട്ടികളെ പോലെ പരിശുദ്ധരാണ്. ഞങ്ങൾ മരിച്ചു പോകുമ്പോഴും ഞങ്ങൾ പരിശുദ്ധരായിട്ടാണ് മരിക്കുക. കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കും. ഞങ്ങളുടെ ദൈവത്തിന് ആവശ്യമുള്ള ആരാധനയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന സിർക്ക് തൗഹീദ് വാദം അവരും ഉന്നയിച്ചു. ഈ രണ്ട് സിർക്കും കൊണ്ട് വന്നത് ഒറ്റ പടച്ചോനാണോ എന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പടച്ചോനാണ് ഈ രണ്ട് തൗഹീദും കൊണ്ട് വന്നതെങ്കിൽ ഈ മാതിരി ഒരു തമ്മിലടിക്കുള്ള വകുപ്പ് ഈ മതത്തിൽ ഉണ്ടാക്കി വെക്കുമോ? ആ യഹൂദന്മാരോട് നേരത്തെ തന്നെ അവരുടെ വേദത്തിൽ കൃത്യമായിട്ടും ലളിതമായിട്ടും പറഞ്ഞു കൊടുക്കൂലേ, ഇന്ന കാലത്ത് ഇന്ന സ്ഥലത്ത് വേറെ അടുത്തൊരു പ്രവാചകൻ വരും, അയാൾ വരുന്നതോടുകൂടി നിങ്ങൾ ഈ മതം പിരിച്ചുവിട്ട് എല്ലാവരും ആ മതത്തിൽ ചേരണം എന്ന് കൃത്യമായിട്ട് അവരുടെ വേദത്തിലും അവരുടെ കിതാബിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് പോയി ബടായി പറഞ്ഞതാണ്. അപ്പോഴാണ് അവർ കിതാബും കൊണ്ടുവന്നത്. എവിടെ കാണിച്ചോണ്ടാ? അപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മുഹമ്മദ് പിന്നെ ബബ്ബടിക്കുകയാണ്, അതൊക്കെ നിങ്ങൾ മായ്ച്ചു കളഞ്ഞതാണ്, നിങ്ങൾ മാറ്റിയതാണ്, നിങ്ങൾ കേടുവരുത്തിയതാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവരെ കുറ്റം പറയുന്നത്. അതിനുശേഷമാണ് ഇവരെ വേദക്കാരെന്ന് പോലും വിളിക്കാതെ വേദത്തിൻ്റെ പൊട്ടും പൊടിയും കിട്ടിയവർ എന്നും ഇവർ മുശ്രിക്കുകൾ എന്നും വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അള്ളാഹ്ക്ക് അറിയില്ല ഇവർ വേദം മുഴുവൻ കിട്ടാത്തവരാണ് എന്നും ഇവർ മുശ്രിക്കുകളാണെന്നും അള്ളാഹ്ക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ടാണ് അള്ളാഹ് ആദ്യം ഇവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തത്. അറിയാത്തതുകൊണ്ടാണ് അള്ളാഹ് മുസ്ലിങ്ങളോട് ജൂതന്മാരോട് പോയി സംശയം ചോദിക്കാൻ പറഞ്ഞത്, മുശ്രിക്കുകളോട്. അറിയാത്തത് കൊണ്ടാണ് അള്ളാഹ് മുശ്രിക്കുകളുടെ വീട്ടിൽ പോയിട്ട് ഈ ജൂതന്മാരുടെ വീട്ടിൽ പോയി കല്യാണം കഴിച്ചോളാൻ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നവർ മുശ്രിക്കുകളാണ്. നേരത്തെ വേദക്കാരെന്ന് വിളിച്ച ജൂതന്മാരെക്കുറിച്ച് ഇപ്പോൾ പറയുന്നവർക്ക് വേദത്തിൻ്റെ പൊട്ടും പൊടിയേ കിട്ടിയിട്ടുള്ളൂ. തലക്ക് വെളിവുണ്ടോ ഈ അള്ളാഹുവിന്? ഇതൊക്കെ നിങ്ങൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കുചിതമായ സിർക്ക് തൗഹീദ് വാദം അത് ഏത് മതക്കാരുന്നയിച്ചാലും ശരി, ഇന്നത്തെ ലോകത്തിന് പറ്റിയ ഒരു ധാർമ്മിക ചിന്തയല്ലാതെ മനുഷ്യർ പലതരം വിശ്വാസങ്ങളിലായിപ്പോയതിന് കാരണം ഈ ദൈവം എന്നൊക്കെ പറയുന്ന സാധനം മനുഷ്യൻ്റെ ഭാവനയിൽ രൂപപ്പെട്ടതാണ് എന്നതാണ്. ഒറിജിനൽ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ ദൈവത്തിന് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും തൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ വല്ല പ്രയാസവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ദൈവം ഒളിച്ചിരുന്നിട്ട് മനുഷ്യരെ എന്തിനാണ് ഈ കൺഫ്യൂഷനിലാക്കുന്നത്? എന്തിനാണ് തമ്മിൽ തല്ലിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരുപാട് മതങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നത്? എന്നിട്ട് യുദ്ധത്തിൽ ഇപ്പോൾ സഹായിക്കുകയാണ്. ജൂതരും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അള്ളാഹു ജൂതരുടെ പക്ഷത്തല്ല, അള്ളാഹു മുസ്ലിങ്ങളുടെ പക്ഷത്ത് ചേർന്നിട്ട് കുത്താനും വെട്ടാനും കൂടി കൊടുക്കുക. അപ്പുറത്ത് യഹോവ ജൂതൻ്റെ പക്ഷത്ത് ചേർന്നിട്ട് കുത്താനും വെട്ടാനും കൂടി കൊടുക്കുക. അവിടെ അള്ളാഹും യഹോവയും രണ്ട് ദൈവങ്ങളായിട്ട് മാറുക. ഇത് രണ്ടും ഒരു ദൈവമാണ് എന്ന് ബടായി പറയുകയും ചെയ്യാം. എന്തുമാത്രം വൈരുദ്ധ്യങ്ങളാണിത്, എന്തുമാത്രം വിഡ്ഢിത്തങ്ങളാണ് ഇതിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ധാർമ്മിക ചിന്തയുമായി താരതമ്യം ചെയ്തുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് ഇതൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ട കാലം കഴിഞ്ഞിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരോട് തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ആരോട്? അള്ളാഹു പരിശുദ്ധരാക്കിയവരോട്. അള്ളാഹു പരിശുദ്ധരാക്കിയത് ജൂതന്മാരെയാണെന്ന് ജൂതന്മാർ പറയുന്നു, അള്ളാഹുവല്ല അവരുടെ ദൈവം. യഹോവ പരിശുദ്ധരാക്കിയത് ജൂതന്മാരെയാണെന്ന് ജൂതന്മാർ പറയുന്നു, അള്ളാഹു പരിശുദ്ധരാക്കിയത് മുസ്ലിങ്ങളെയാണ് എന്ന് മുഹമ്മദ് അവിടെ പറയുന്നു. അപ്പോൾ അവിടെ അള്ളാഹു യഹോവൻ രണ്ട് ദൈവങ്ങളാണ്, രണ്ട് കൂട്ടരുടെയും പരിശുദ്ധരാണ്, അവരോട് അനീതിയൊന്നും കാണിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ എന്താ കാണുന്നത് ലോകത്ത്? ഈ അള്ളാഹു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ അള്ളാഹു ആരോടാണ് അനീതി കാണിക്കുന്നത്? നിങ്ങളൊന്ന് കണ്ണും കാതും തുറന്നിട്ടൊന്ന് പലസ്തീനിലേക്ക് നോക്ക്. ഒരു നൂറ്റാണ്ടാവാറായി ജൂതന്മാർ വന്നിട്ട് കുടിയേറാൻ തുടങ്ങിയിട്ട്. ആ പ്രദേശം പിടിച്ചെടുത്ത്, കാരണം അവരുടെ യഹോവ അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയാണത്. അതും പറഞ്ഞിട്ടാണ് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അങ്ങോട്ട് കയറിയത്. എന്നിട്ട് അവരവിടെ രാജ്യം ഉണ്ടാക്കുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കിയ കാലം തൊട്ട് ഇന്ന് വരെ മുസ്ലിങ്ങളും ഈ ജൂതന്മാരും തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഏത് ദൈവമാണ് ആരുടെ പക്ഷത്താണ് നീതി പ്രവർത്തിച്ചത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ പൊടി പോലും ഇസ്രായേലിൽ കണ്ടിട്ടില്ല. 48 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ രാജ്യക്കാരെല്ലാവരും കൂടെ, ആ ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാവരും കൂടെ ആ പിറക്കാത്ത ശിശുവിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഈജിപ്ത് എന്ന മഹാശക്തി, ജോർദാൻ, സിറിയ, സൗദി അറേബ്യ, ഇറാഖ്, ലബനോൻ ഇവരെല്ലാവരും കൂടെ വളഞ്ഞിട്ടിട്ട്
ഇസ്രായേലിനെ ആക്രമിച്ചു. അന്ന് ഇസ്രായേൽ ഒരു രാജ്യമായിട്ടില്ല, അവർക്കൊരു സൈന്യം പോലുമില്ല, അവരുടെ കയ്യിലൊരു യുദ്ധവിമാനം പോലുമില്ല. ആ സമയത്താണ് ഈ അറബ് രാജ്യങ്ങളെല്ലാവരും കൂടെ വളഞ്ഞിട്ടിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഒരു കൊല്ലം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുന്ന അത്ഭുത കാഴ്ചയാണ് കാണുന്നത്. അറബ് രാജ്യങ്ങൾ തോറ്റ് പിന്മാറുന്നതാണ് കണ്ടത്. അതോടുകൂടി ഒരുപാട് ഭൂപ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലാവുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന യുദ്ധം വെറും 6 ദിവസം കൊണ്ട് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്ന, പകുതിയിലേറെയും പിടിച്ചെടുക്കുന്നു. ജോർദാൻ്റെ പകുതിയോളം പിടിച്ചെടുക്കുന്നു, സിറിയയുടെ പകുതിയോളം പിടിച്ചെടുക്കുന്നു. ഇസ്രായേൽ വലിയൊരു രാജ്യമായിട്ട് മാറുന്നു. 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ആ യുദ്ധത്തിൽ അത്ഭുതകരമായി ജയിക്കുന്നു. അവിടെ ബുദ്ധി ഉപയോഗിച്ച്, ആയുധം ഉപയോഗിച്ച് ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ തോൽപ്പിക്കുന്നു ഇസ്രായേൽ. അള്ളാഹു എവിടെയിരുന്നു? അനീതി പ്രവർത്തിക്കുകയില്ല. ആരോട്? മുസ്ലിങ്ങളോട് അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല. അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ യഹോവ പറയുന്നത് ജൂതന്മാരോട് ഞാൻ അനീതി പ്രവർത്തിക്കുകയല്ല, ജൂതന്മാരെ ഞാൻ സഹായിക്കുമെന്നാണ്. ഈ ഇസ്രായേലിൻ്റെ ചരിത്രം, കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. 100 കൊല്ലം എന്ന് ഞാൻ പറയാൻ കാരണം 1920-കളിലൊക്കെ അവിടെ ഈ സയോണിസം കുടിയേറ്റം ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു 100 കൊല്ലത്തെ കാലമാണ് പറയുന്നത്. 48-ലാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. അതിനു മുമ്പും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ കയ്യേറ്റം തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 100 കൊല്ലം ആ ഭൂപ്രദേശം കൈയടക്കിക്കൊണ്ട് ഈ ജൂത സമൂഹം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ അവിടുന്ന് പുറത്താക്കുകയും ആ പ്രദേശം പിടിച്ചെടുക്കുകയും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ശക്തി രാഷ്ട്രം അവിടെ സ്ഥാപിക്കുകയും ചെയ്ത ആ 100 കൊല്ലത്തെ ഒരു ചരിത്രത്തിൽ നിങ്ങളുടെ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ പൊടി പോലും കാണാനില്ല എന്നത് ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമല്ലേ? അതിനൊക്കെ നിങ്ങൾക്ക് പരീക്ഷണം എന്നുള്ള ഒരു മുട്ടാപ്പോക്കല്ലാതെ എന്താണ് പറയാനുള്ളത്? അതേസമയത്ത് ലോകത്ത് ഒരു യുദ്ധ ചരിത്രത്തിലും സംഭവിക്കാത്ത അത്ഭുതങ്ങളാണ് അവിടെ ഇസ്രായേലിൻ്റെ പക്ഷത്ത് വിജയം നേടിക്കൊണ്ട് സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും അത്ഭുതം, എന്തെങ്കിലും ഒരു ദൈവം ഈ യുദ്ധത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ പക്ഷ ദൈവമാണ് എന്നേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഇസ്രായേലിൻ്റെ യുദ്ധ ചരിത്രത്തിൽ അവർക്കുണ്ടായിട്ടുള്ള വിജയങ്ങൾ. അവസാന അറബ് രാജ്യങ്ങളെല്ലാം തോൽവി സമ്മതിച്ച് പിന്മാറിപ്പോകേണ്ടി വന്നു. ഇന്ന് ആ പലസ്തീനികൾ അതിൻ്റെ ഇരകളായിട്ട്, അഭയാർത്ഥികളായിട്ട് മാറി. ഈ പലസ്തീനികളെ ഈ പരുവത്തിലെത്തിച്ചത് അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളെ അതിന് പ്രേരിപ്പിച്ചത് ഈ സിർക്ക് തൗഹീദ് വാദമാണ്, ഈ ഖുർആനാണ്. കാരണം അള്ളാഹു നമ്മളെ സഹായിക്കും, മറ്റേത് സിർക്കാണ്, മറ്റേത് മുശ്രിക്കുകളാണ്, അവർക്കെതിരാണ് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്, അള്ളാഹു നമ്മളോട് നീതി കാണിക്കും എന്ന മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂതന്മാർക്കെതിരെ അറബ് രാജ്യങ്ങളെല്ലാവരും കൂടി ആക്രമണം നടത്തിയത്. അവസാനം അറബ് രാജ്യങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു അള്ളാഹുവിൻ്റെ ഒരു സഹായം ഉണ്ടാവില്ല, അള്ളാഹുവൊക്കെ എന്നോ ചത്തുപോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് അവരെല്ലാവരും പിൻവലിച്ചത്. മറ്റവരുടെ പഠിച്ചവൻ ഇപ്പോഴും സജീവമായിട്ട് അവിടെ നിൽക്കുകയാണ്. പടച്ചവൻ്റെ ശക്തി കൊണ്ടല്ല, അവർ ബുദ്ധിശക്തി കൊണ്ടും ആയുധ ശക്തി കൊണ്ടുമാണ്. അവരെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങളുണ്ട്, അവരെ ആരും സഹായിക്കില്ല എന്ന് ഇവിടെ ഈ ഖുറാനിൽ ഇനി പറയാൻ പോകുന്നുണ്ട്. ഇന്ന് അവരെ സഹായിക്കാനാണ് കൂടുതൽ ആളുകളുള്ളത്. അതിൻ്റെയൊക്കെ ചരിത്രം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നതെല്ലാം മഹാപൊട്ടത്തരമാണ് എന്നതിന് ചരിത്രം സാക്ഷിയാണ്, വസ്തുതകൾ സാക്ഷിയാണ്. സാമാന്യ യുക്തിയുടെ മുമ്പിൽ ഈ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും ഇത് ഒരു ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. അമാനി മൗലവി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി എഴുതിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും സ്നേഹപാത്രങ്ങളുമാണ്, ഞങ്ങളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഞങ്ങൾ പാപരഹിതരാണ് എന്നിങ്ങനെയുള്ള വേദക്കാരുടെ ആത്മപ്രശംസകളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. പരിശുദ്ധരെന്ന് സ്വയം പ്രശംസിച്ചതുകൊണ്ട് ആരും പരിശുദ്ധരാകുകയില്ല. അള്ളാഹു പരിശുദ്ധരാക്കിയവർ മാത്രമേ പരിശുദ്ധരാകൂ. അവനാകട്ടെ ആരോടും അനീതിയോ പക്ഷഭേദമോ കാണിക്കുകയില്ല. ആരാണ് പരിശുദ്ധരാക്കപ്പെടുവാൻ അർഹരെന്ന് അല്ലാത്തവരെന്നും അവൻ അറിയാം. അതനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുക എന്ന് സാരം. ആത്മപ്രശംസ സ്വതവേ തന്നെ ഒരു തെറ്റാണ്. അതോടുകൂടി അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞുകൊണ്ട് കൂടിയാവുമ്പോൾ അത് അങ്ങേയറ്റം കടുത്തതും ധിക്കാരം നിറഞ്ഞതുമായിരിക്കുമല്ലോ. അതാണ് വ്യക്തമായ കുറ്റമായി അതുതന്നെ മതി എന്ന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. ഈ അള്ളാഹു മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പഠിച്ചവനാണ്. മറ്റവർക്ക് ഈ അള്ളാഹു അല്ല ഉള്ളത്. അവർക്ക് അവരെ പരിശുദ്ധരാക്കിയ പഠിച്ചവനാണ് അവരുടെ പഠിച്ചവൻ. അതാണ് അവരുടെ വിശ്വാസം, അതാണ് അവരുടെ വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവരവരുടെ വേദത്തിൽ പറഞ്ഞതല്ലാതെ ഇയാൾ പറയുന്നത് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന കാര്യമാണ്. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.